മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി ഇതുപോലെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് കരുതി. ഞാൻ ഇതിന് ഈ ഒരു കണ്ടന്റിനെ കുറിച്ചിട്ടുള്ളത് ഫേസ്ബുക്കിലോ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഷോർട്ടും അറിയാലോ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമുക്ക് പറയുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു ഫുൾ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലോട്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് മാൽദീവ്സിലെ പ്രവാസികളെ, എല്ലാ പ്രവാസികളെയും ഞാൻ പറയില്ല, റുഫിയയിൽ സാലറി വാങ്ങുന്ന പ്രവാസികളെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ പ്രവാസികളും അതിൽ വരില്ല, നിങ്ങൾ ഡോളറിൽ സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് ശരിയാണ്. ഡോളറിൽ സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരിക്കലും ബാധകമല്ല. ഇത് ഓൺലി റുഫിയയിൽ സാലറി വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ മാൽദീവ്സിലെ റുഫിയയിൽ സാലറി വാങ്ങുന്ന നമ്മൾ എക്സ്പാട്രിയേറ്റ്സിന് വല്ലാത്തൊരു വിഷമമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് വന്ന ഒരു മെസ്സേജ് തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് സാലറി തരുന്നത് റുഫിയയിലാണ്. നമുക്ക് കിട്ടുന്ന സാലറി ഇനി തൊട്ട്, അതായത് ഒക്ടോബർ 25 തൊട്ട് നമുക്കിനി നാട്ടിലോട്ട് അയക്കാൻ വേണ്ടി പറ്റുന്നത് $150, അതായത് ഏകദേശം 2000 സംതിങ് റുഫിയ. അതായത് ചുരുക്കി പറഞ്ഞാൽ നാട്ടിലോട്ടൊരു 12,000 അല്ലെങ്കിൽ 13,000 രൂപ മാത്രമേ ഇനി നമുക്ക് നാട്ടിലോട്ട് ലീഗലി അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് പുതിയ റൂള്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് NRIയിലോട്ട് ഇട്ടോടെ, NRO അക്കൗണ്ടിലോട്ട് ഇട്ടോടെ. അങ്ങനെയല്ല, ഇവിടെ ഒരു റൂളുണ്ട്. ഇവിടെ മാൽദീവ്സിലെ പല നിയമങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന്, നമുക്ക് കിട്ടുന്ന സാലറി പലപ്പോഴും നമുക്ക് അതേപോലെ നാട്ടിലോട്ട് അയക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് ലീഗൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത്, അന്ന് തൊട്ടുള്ള ഞാൻ പറയാം, ഞാനിവിടെ വരുന്ന സമയത്ത് $500 ആയിരുന്നു നമുക്ക് മാസം തോറും നാട്ടിലോട്ട് അയക്കാനുള്ള പരിധി ഉണ്ടായിരുന്നത്. നമ്മളിവിടെ എല്ലാ ട്രാൻസാക്ഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ ആണ് ചെയ്യുന്നത്. ഇവിടെയുള്ള വേറെ ഒരു ബാങ്കിലൂടെയും നമ്മൾക്ക് നാട്ടിലോട്ട് റുഫിയ ഹോൾഡേഴ്സിന് നാട്ടിലോട്ട് സാലറി അയക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് സാലറി നാട്ടിലോട്ട് അയക്കാനുള്ള ഏക സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ്. അപ്പം നമ്മൾ നാട്ടിലോട്ട് സാലറി അയക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെയാണ്. അതായത് ആ സമയത്ത്, ഞാൻ വന്ന സമയത്ത് നമുക്ക് $500 ആയിരുന്നു നാട്ടിലോട്ട് സാലറി അയക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ ഒരു $100 ഇത് ഞാൻ ഡോളറിൽ കണക്ക് പറയുന്നേ ഉള്ളൂ, റുഫിയാണ് കേട്ടോ നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ $100 നാട്ടിൽ നിന്ന് നമുക്ക് ATM എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി അന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു 3 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞു കുറച്ച് നാൾ മുമ്പ് വീണ്ടും ഒരു റൂള് വന്നു. ഇനി തൊട്ട് നമുക്ക് $500 അയക്കാൻ പറ്റില്ല, $400 മാത്രമേ അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇവിടെ ഡോളർ ഷോർട്ടേജ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നാട്ടിൽ നിന്നൊരു $100 ATM വഴി എടുക്കാനുള്ള ഒരു ഓപ്ഷനും അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു റൂള് വന്ന സമയത്ത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നത് എത്രയും പെട്ടെന്ന് അത് ഡോളർ ഷോർട്ടേജ് ഒന്ന് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് $500 അയക്കാനുള്ള ആ ഒരു രീതിയിലോട്ട് ഇത് മാറും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. നമ്മളതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഞങ്ങളെ കുറേയും കൂടി വിഷമിപ്പിച്ചത്. അതിലുണ്ടായിരുന്നത്, ഇനി തൊട്ട് നമുക്ക് $400 നാട്ടിലോട്ട് അയക്കാൻ പറ്റില്ല, ആകെ അയക്കാൻ വേണ്ടി പറ്റുന്നത് $150 മാത്രമാണ്. ഏകദേശം 2000 സംതിങ് റുഫിയോളം മാത്രമേ അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം, നാടും വീടൊക്കെ വിട്ട് നമ്മളിവിടെ വന്ന് കഷ്ടപ്പെടുന്നത് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി തന്നെയാണ്. നാട്ടിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ് ഓരോരുത്തരും. അപ്പോൾ നാട്ടിലോട്ട് ഒരു 12,000 രൂപ മാസം അയച്ചു കഴിഞ്ഞാൽ അതും കൊണ്ട് അവർക്ക് അവിടെയുള്ള കാര്യങ്ങൾ പലതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിട്ട് ഇത് വല്ലാത്തൊരു സങ്കടമുള്ളൊരു നിമിഷം തന്നെയാണ്. കിട്ടുന്ന സാലറി നാട്ടിലോട്ട് അയക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ പൈസ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് അതൊരു ബ്ലാക്ക് മാർക്കറ്റ് ഏജന്റുകൾ ത്രൂ നാട്ടിലോട്ട് അയക്കാന്നുള്ളതാണ്. എന്നാൽ അവർ തരുന്ന റേറ്റ് ആവട്ടെ നോർമൽ റേറ്റിനേക്കാളും ഒരുപാട് താഴെയാണ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് റുഫിയന്റെ കേസാണ് ഞാൻ പറയുന്നത്, ഡോളറിന്റെ അല്ല കേട്ടോ. ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നാട്ടിലോട്ട് അയക്കാൻ പറ്റാതെ ബ്ലാക്ക് മാർക്കറ്റുകൾ ത്രൂ അയക്കുമ്പോൾ വലിയൊരു ലോസ് ആണ് നമ്മൾക്ക് ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ബ്ലാക്ക് മാർക്കറ്റുകൾ ത്രൂ അയക്കുമ്പോൾ ആ പൈസ പലപ്പോഴും സേഫ് ആണെന്നുള്ളതും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ ബ്ലാക്ക് മാർക്കറ്റുകൾ ത്രൂ അയക്കുമ്പോൾ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം പൈസകൾ നമ്മളെ അക്കൗണ്ടിലോട്ട് എത്തുമ്പോൾ, നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് പലപ്പോഴും ബാങ്കിന്റെ ഭാഗത്തു നിന്ന് അത്
ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള ഒരു ചാൻസസും അവിടെയുണ്ട്. പൈസ ഒരിക്കലും സേഫ് ആയിട്ടുള്ള ഒരു സോഴ്സ് നിന്നായിരിക്കില്ല പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിലും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു കറൻസി എന്ന് പറയുന്നത് നമ്മൾക്ക് വാല്യൂ ഇല്ല. പൈസയ്ക്ക് എപ്പോഴും മൂല്യം ഉണ്ടാവുന്നത് അത് വിനിമയം ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ പൈസ നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടുന്ന റുഫിയയിൽ സാലറി വാങ്ങുന്ന പല എക്സ്പാട്രിയേറ്റ്സ് ഇവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 12,000 രൂപ നാട്ടിലോട്ട് അയക്കാനാണെങ്കിൽ ഇവിടെ എന്തിന് ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ പ്രവാസികളും ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങോട്ടേക്കുള്ള ടീച്ചിങ് റിക്രൂട്ട്മെന്റിനൊക്കെ 2-3 ലക്ഷം രൂപയാണ് ഏജൻസികൾ സർവീസ് ചാർജായിട്ട് വാങ്ങുന്നത്. അത്രയും രൂപ കൊടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പലപ്പോഴും അവർ ഈ ഒരു യാഥാർത്ഥ്യം, ഞാൻ എൻ്റെ മുൻപത്തെ ഒരുപാട് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ടീച്ചിങ് സെക്ടറിലാണെങ്കിലും ഹെൽത്ത് കെയർ സെക്ടറിലാണെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് സാലറി കിട്ടുന്നത് ഡോളറിലല്ല റുഫിയയിലാണ്. ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങോട്ടേക്ക് മാൽദീവ്സിലോട്ട് വരാനുള്ള ഡിസിഷൻ വൈസ് ആണോ എന്നുള്ളത്. അത് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയും അതൊരു തെറ്റായ തീരുമാനം തന്നെയാണ്. കാരണം ഇങ്ങോട്ടേക്ക് നമ്മൾ വരുന്നത് ജോലി ചെയ്യാനും ഏൺ ചെയ്യാനും വേണ്ടിയാണ്. അതിനിവിടെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം? എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയാവുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ until the next video, it's me Dia signing off.